മോഹൻ, നമ്മുടെ പ്രണയം സത്യമായതെന്നാണോ പറയുന്നത്? അതെനിക്കറിയില്ല. പക്ഷെ നീ എന്ന് പറഞ്ഞാ എനിക്ക് അത്രയ്ക്ക് ജീവന, എനിക്കത്രയ്ക്ക് ഭ്രാന്താണ്. നേരാണോ? അതെ, നമ്മളുടെ പ്രണയത്തിൽ മേൽ സത്യം ചെയ്ത് പറയുക ഞാൻ. നീ എന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആർക്ക് വേണ്ടി നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതുപോലെ തന്നെ നീയും എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ നിന്നെ ഇത്ര സ്നേഹിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ, ചെയ്തു കഴിഞ്ഞു. ഞാൻ എടുത്തു വെക്കാം, നിങ്ങൾ വരൂ. ആ ശരി, പോയി എടുത്തു വെക്ക്. എന്താണെന്നറിയില്ല, ഇന്ന് നല്ല വിശപ്പ്. ഓ, ആ, ഹ, ഓ. ചേട്ടാ വരൂ. ആ ഓക്കെ, ഇതാ വരുന്നു. ഓ, ഫു. എവിടെയാ പോയേ? എല്ലാം തീരുമാനവും നീയാണോ എടുക്കുന്നേ? എനിക്ക് വേണ്ടിയായിട്ട് ഒന്നുമില്ലേ? എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ? അതൊക്കെ ഞാൻ തിരുത്തുമല്ലോ. തീരുമാനം നീയെ എടുത്ത് നീ തന്നെ അങ്ങ് പോവുമല്ലേ? ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഇനി ഞാൻ നിന്നെ എവിടെയാ തേടേണ്ടേ? Cheers. കുടിക്ക്. Cheers. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താം. വിളിക്ക്. ഈ സമയത്ത് എത്ര പേര് വന്നാലും ഓക്കെയാ. ഹലോ. ആ അളിയാ പറയടാ.
ഹായ് അളിയ, ഹൗ ആർ യു? ഫൈൻ, നീ എവിടെയുള്ളേ? വീട്ടിൽ തന്നെ ഉണ്ട്, വേറെ എവിടെ പോകാനാ? ശരി, വേഗം ഇങ്ങോട്ട് വാ, രണ്ടെണ്ണം അടിക്കാം. ആ ശരി, ഞാനിപ്പോ വരാം, നിക്ക്. ആയിക്കോട്ടെ, വേഗം വാ. നീ സ്ഥലം ആ, അറിയാലോ വരാടാ. അല്ലേ? ആ അറിയാം, ഫ്ലാറ്റ് തന്നെ. ഓക്കെ ഓക്കെ, വേഗം എന്തായാലും വാ. ശരിടാ എന്നാ. ആ അവനിപ്പോ ഇങ്ങ് എത്തും. വരട്ടെ. വാ, നമുക്ക് ഒരെണ്ണോടെ അടിക്കാം. ടി വി ഓൺ ചെയ്യണോ? വെള്ളം അടിക്കുമല്ലേ, നല്ലൊരു ഐറ്റം സോങ് നോക്കി അങ്ങ് പ്ലേ ആ ചെയ്യും. ഇപ്പൊ ഓണാക്കാലോ, എൻജോയ് ചെയ്യ്. ആ അളിയാ, അളിയാ, സുഖമാണോ നിനക്ക്? ആ, ഇരിക്ക്, ഇരിക്ക്. ഹലോ, നമസ്കാരം. ആ അളിയ എടുക്ക്, മൊത്തം എൻജോയ്മെന്റ് ആണ് കഴിക്കടാ. തോന്നല്ലോ. ഇതാ പിടിക്ക്, ചിയേഴ്സ്, എൻജോയ് ചെയ്. ആ ശരിടാ. ഇതാരാ ഈ പുതിയ ആൾ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ ഇവൻ ഇവിടെ 3rd ഫ്ലോറിലാ. ഓ അത് ശരി തന്നെ. ശരി, അവൻ്റെ കെട്ടിയോളി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതാ, നീ വാ, നമുക്ക് പോയി രണ്ടെണ്ണം അടിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാ. ശരി, എൻ്റെ അനിയത്തി എവിടെ പോയി? നിന്റെ അനിയത്തി കിച്ചണിൽ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സൂപ്പറായിട്ട്. ഓക്കെ ഓക്കെ, ചിയേഴ്സ്. ചിയേഴ്സ് ചെയ്യാം. ചിയേഴ്സ്. ആ കുടിക്കങ്ങോട്ട്. എടാ അളിയോ, എൻജോയ്. ശരിടാ, എനിക്ക് സമയമായി, ഞാൻ അങ്ങോട്ട് പോവാട്ടോ. ശരിടാ, വിട്ടോ. ബൈ. ഞാൻ ഇവൻ്റെ കൂടെ കുറച്ചുകൂടെ കുടിക്കാം. ബൈ. ആ ഓക്കെ ഓക്കെ, എൻജോയ്. ആ ടി വി ഓൺ ചെയ്യണോ? അതൊന്നും വേണ്ട, നീ ആദ്യം ടി വി ഓഫ് ചെയ്യും. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യ്, പറയാം. ശരി, ഓഫാക്കി. അവനെ നിനക്ക് എത്ര കാലമായിട്ട് അറിയാം? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, പറ. എന്താന്ന് വെച്ചാ 1 മാസമായി. 1 മാസമായിട്ടോ? ഇപ്പൊ തന്നെ എത്ര തവണ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു? ഒരു 4-5 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവും. 4-5 പ്രാവശ്യം അല്ലേ? ആ, അയാൾ മേലത്തെ ഫ്ലോറിലാടാ. നല്ല ആളാണ് അയാൾ. ഇടയ്ക്കൊക്കെ കാണുമ്പോൾ സംസാരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കൂടും, അത്രേ ഉള്ളൂ. ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് നീയും ഞാനും അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് കുടിക്കാറ്. ശരി, ഇപ്പം പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് 1 മാസമായിട്ട് നിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു. അവൻ ശരിക്കും നിൻ്റെ ഒരു സുഹൃത്താണോ? സംതിങ് ഈസ് റോങ്. നീ എന്തീ പറയുന്നേ? എന്തോ ഒന്ന് റോങ് ആണ്. അങ്ങനെയൊന്നും ഇല്ലടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ എന്തീ പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എൻ്റെ അനിയത്തിക്കും അവനും നേരത്തെ തന്നെ അറിയാമെന്നാ തോന്നുന്നേ. നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാ, നീ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. തീർച്ചയായിട്ടും അവർക്ക് തമ്മിൽ നേരത്തെ അറിയാമെന്നാ തോന്നുന്നേ. ആ ഓക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. ഞാൻ അവനെക്കുറിച്ച് നല്ല രീതിക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അവൻ അതിനുവേണ്ടി എവിടെ വരുന്നതെന്ന് ഞാൻ തെളിയിച്ചാ നീ എനിക്ക് എന്താ തരിക? ഡാ, അങ്ങനെയൊന്നും പറയലടാ. എന്താണെങ്കിലും അത് ഞാൻ നോക്കിക്കോളാം. അല്ല, നീ വിചാരിക്കുന്ന പോലെ അല്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നീ ഒന്നും ചെയ്യണ്ട. എന്താണെങ്കിലും അത് ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താ ഓക്കെ അല്ലേ? അങ്ങനെയാണോ? ആ അതെ. ശരി, നമുക്ക് നോക്കാം. ശരി. ഇനി ഇതുപോലെ ആരെയും ഇവിടെ വിളിച്ച് കയറ്റരുത്. ഞാൻ സൂക്ഷിച്ചോളാം. എന്താന്ന് വെച്ചാൽ നിൻ്റെ ഹാപ്പി ഫാമിലിയാണ്. എന്തിനാ ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ് ഒക്കെ? ശരിടാ. അവൻ ആരാ, എന്താ അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ 2 ദിവസത്തിൽ ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. അപ്പം നിനക്ക് മനസ്സിലാവും. ശരി, നീ കണ്ടുപിടിക്കേ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോക്കാം. വിടറാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞില്ലേ? കഴിച്ചാലോ എന്നാ? നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? വരാൻ ചേട്ടാ. ഒന്ന് വേഗം എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. എടുത്തോളൂ. ശരിടാ, എന്നാ നീ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോ. എനിക്ക് ടൈമായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ.
പിന്നെ എന്തിനാ വന്നേ? ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ലേ? നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എന്നെ കുറിച്ച് എന്താ കരുതിയ പറയ്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. നിന്റെ ഡ്രസ്സും നീയും വീണ്ടും എന്റെ അടുത്ത് വരാൻ നോക്കുന്നോ? ഒരിക്കൽ എന്നെ പറ്റിച്ചു, വീണ്ടും പറ്റിക്കാമെന്ന് കരുതിയോ? നിന്റെ മുഖം കാണാൻ തന്നെ വെറുപ്പാകുന്നു. ശരി, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ നിനക്കെന്ത് ഫ്രണ്ട്ഷിപ്പാ? നോക്കു ജാനകി, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ടൊന്നുമല്ല ഞാൻ വന്നേ. നിന്നെ ശല്യപ്പെടുത്താനുമല്ല ഞാൻ വന്നത്. എനിക്ക് നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. അപ്രതീക്ഷിതമായിട്ട് നടന്നതാ ഇത്. അതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? പറയേ. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ തോട്ട്സും ഒരുപോലെയാണെന്ന് വിചാരിക്കുന്നേ? നെവർ. ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല. അന്ന് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചേ. അതുകൊണ്ടാണ് നിന്നെ എൻ്റെ ജീവനായിട്ട് കണ്ടത്. പക്ഷെ നീ എന്താ ചെയ്തേ? നീ എങ്ങോട്ടാ പോയേ? നിന്നെ ഞാൻ എത്രമാത്രം അന്വേഷിച്ചെന്നറിയാവോ? എത്ര വിഷമിച്ചെന്നറിയാവോ? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ അച്ഛനെ വരെ നഷ്ടപ്പെടുത്തി. അങ്ങനെയുള്ളപ്പോൾ നീ എൻ്റെ അടുത്ത് ഡയലോഗ് അടിക്കുന്നോ? ഛേ, ആത്മാർത്ഥ പ്രണയത്തിന് ഇപ്പൊ ഒരു വാല്യൂ ഇല്ല. അതുമല്ല എന്നോട് ദേഷ്യവും. ദേ നോക്ക്, നീ പേടിക്കുന്നത് പോലെ ബുദ്ധിമോശം ഒന്നും തന്നെ ഞാൻ കാണിക്കില്ല. നീ ഇപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ ഇരിക്കേ. അത് ഞാൻ നിനക്കിട്ട ഭിക്ഷയാ. സന്തോഷത്തോടെ ജീവിക്കേ. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചേക്കാം. ഇത്രയും നാളെ ജീവിച്ചില്ലേ, ഇനിയും അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തോ നീ. നിന്റെ ഹസ്ബൻഡില്ലേ, അവന്റെ ഫ്രണ്ടില്ലേ, അവൻ പോലും എന്നെ എന്തോ പോലെയാ കണ്ടേ. അവൻ വിചാരിക്കുന്ന പോലെ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഒരാളല്ല. എൻ്റെ ഉള്ളിൽ ഒരു നല്ലവനുണ്ട്. അത് മനസ്സിൽ വെച്ചോ നീ. അത് മതി. നീ എവിടെ ഇരുന്നാലും നന്നായിട്ടിരിക്കണം. മനസ്സിലായോ? ബായ്. ഇനി ഒരിക്കലും നീ എന്നെ കാണില്ല.